അട്ടപ്പാടിയിൽ ശിശുമരണം വ്യാപകമായതോടെയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചത്. NRHM വഴി 4.355 കോടി രൂപ ചെലവിട്ട് ആരോഗ്യമേഖലയിൽ ഏതാനും പദ്ധതികൾ നടപ്പാക്കി. എന്നാൽ IGMS, ജനനി സുരക്ഷാ യോജന തുടങ്ങിയ കേന്ദ്ര പദ്ധതികൾ ആദിവാസികളിൽ എത്തുന്നില്ല. രോഗികളായ ആദിവാസികൾക്കും ആശുപത്രിയിൽ കൂടെ താമസിക്കുന്നവർക്കും നൽകാനുള്ള പണം ആശുപത്രികൾക്ക് കിട്ടുന്നില്ല. ഡോക്ടർമാരെ ഇവിടെ നിലനിർത്താനും കഴിയുന്നില്ല. കൃഷിവകുപ്പ് 3.5 കോടിയുടെ പദ്ധതി പ്രഖ്യാപിച്ചെങ്കിലും പലതും അട്ടപ്പാടിക്ക് ഇണങ്ങുന്നതായിരുന്നില്ല. പരമ്പരാഗത കൃഷി വികസനത്തിനും അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചെടുക്കുന്നതിനുമുള്ള നടപടികളും ഉണ്ടായില്ല. ആദിവാസികളുടെ ഉപജീവനമാർഗമായ കന്നുകാലി വളർത്തൽ പാക്കേജിൽ ഉൾപ്പെട്ടിട്ടില്ല. സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കിയ സാമൂഹ്യ അടുക്കള പദ്ധതി ഇപ്പോൾ അവശേഷിക്കുന്നത് 101 മാത്രം. ഈ വർഷം മാത്രം ഇതിനായി 2 കോടിയോളം രൂപ ചെലവഴിച്ചു. ഗർഭിണികൾക്കായി പ്രഖ്യാപിച്ച അമ്മ വീട് പദ്ധതി യാഥാർത്ഥ്യമായില്ല. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം പ്രഖ്യാപിച്ച 150 കോടി രൂപയുടെ പദ്ധതിയിൽ 50 കോടി രൂപയാണ് ഇതുവരെ ലഭിച്ചത്. വിവിധ വകുപ്പുകൾ തമ്മിൽ ഏകോപനമില്ലാത്തതും ആദിവാസികളുടെ ജീവിതത്തിനും സംസ്കാരത്തിനും ഇണങ്ങാത്ത പദ്ധതികൾ നടപ്പിലാക്കുന്നതുമാണ് പലതും പരാജയപ്പെടാൻ പ്രധാന കാരണം. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.